ശരിയായാലും ഇല്ലെങ്കിലും എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു മൈലാഞ്ചി ട്യൂബ് ഉണ്ടാക്കി അതിടണം എന്നുള്ളത്. അപ്പോൾ പണ്ടെങ്ങാണ്ടോ ഞാൻ എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി പൊടി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് തലയിൽ തേക്കലാണ് മെയിൻ. പക്ഷേ അതിൻ്റെ താഴെ പോലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും കാലിലും ഇടാനുള്ള മെഹന്തി ഇത് വെച്ചു ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഏതൊക്കെ കുറേ യൂട്യൂബ് വീഡിയോയും അതേപോലെ ഇതിനോടൊക്കെ ചോദിച്ചുകാണ്ട് എസെൻഷ്യൽ ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങി ഫുൾ റെഡി ആയിക്കാണ്ട് ചെയ്യുന്ന ഒരു മെഹന്തി മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും പരിപാടി എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊക്കെ ആരൊക്കെ ചെയ്യണ കണ്ട് ഞാൻ ചെയ്യണം ഗൈസ്. പിന്നെ നമ്മളെ കയ്യിൽ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു സിപ്പർ കവറൊക്കെ പൈപ്പിംഗ് ബാഗായിട്ട് ഞാൻ ഉപയോഗിച്ചു. പക്ഷേ അതൊക്കെ ഞാൻ മൈലാഞ്ചി ഇടാനാക്കിയപ്പോഴത്തേനുണ്ട് അതൊക്കെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കീറിപ്പോരുന്നു, ലീക്കാവണു. പിന്നെ ഈ ട്യൂബിൻ്റെ കവറൊക്കെ സിപ്പർ ബാഗ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കാരണം നമ്മൾക്ക് ഇതിൽ വലിയ പരിജ്ഞാനമില്ലല്ലോ. കണ്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ പീച്ചുമ്പോൾ മേലെ ഇങ്ങനെ പോരുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില പ്രത്യേക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത് ഉണ്ടാക്കാനും അതെങ്ങനെ ഫില്ല് ചെയ്യണം അതിൻ്റെ മടക്കലൊന്നും എനിക്കറിയില്ല. എല്ലാം എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്യണം. പക്ഷേ എനിക്ക് ഭയങ്കര നാളത്തെ ആഗ്രഹം അതിനുണ്ട്. ഞാൻ ഒടുക്കത്തെ ഡെഡിക്കേഷനിലാണ് ഞാൻ അത് ചെയ്യുന്നത്. പിന്നെ ചുമക്കോ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ യൂക്കാലിപ്സ് ഓയിലൊക്കെ ചേർത്തിക്കണം. അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയൊന്നും വിവരമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഒരുവിധം ട്യൂബ് റെഡിയാക്കിക്കൊള്ളു. ഞാനൊരു കുഞ്ഞു ട്യൂബ് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് എടുത്തത്. പക്ഷേ മൈലാഞ്ചി പൊടി അതങ്ങോട്ട് വെള്ളമൊക്കെ ആയപ്പോൾ അതങ്ങോട്ട് വികസിച്ചു തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ കുഞ്ഞ് 2 ട്യൂബും ഒരു വലിയൊരു ട്യൂബും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതിൽ മൈലാഞ്ചി ഇട്ട് നോക്കി കുറച്ചൊക്കെ ചുമക്കൊക്കെ ചെയ്തു. ഞാനതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ടോ, നല്ല സുഖമായിട്ട് വരുന്നൊക്കെ ഉണ്ടായിരുന്നു സംഭവം. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് മൈലാഞ്ചിയൊക്കെ അങ്ങോട്ട് തേഞ്ഞ് മാഞ്ഞ് പോയി. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരു 2 ദിവസത്തിനും 3 ദിവസത്തെ പരിപാടിക്ക് മാത്രം മൈലാഞ്ചി ഇടേണ്ട ആളുകളാണെങ്കിൽ എന്നെ സമീപിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് മൈലാഞ്ചി ഉണ്ടാക്കി തരാം. ഇതാണ് എൻ്റെ 3 ട്യൂബ്. ആ ഒരു വലിയൊരു ട്യൂബ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഒരു ട്യൂബിൻ്റെ രൂപത്തിലുള്ളൊരു ട്യൂബായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള വള്ളിയും പുല്ലും കാടും എല്ലാം ഞാൻ വരച്ച് വെച്ചുകൊണ്ട് ഫസ്റ്റത്തെ ദിവസത്തെ സ്റ്റെയിനാട്ടത് വൻ കോമഡിയാണ്. ബാക്കിലുള്ളത് കാണുന്നതന്നെയല്ല. പക്ഷേ ചുമന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ, അതേപോലെ പോയി.